അപ്പോൾ മലയാളികൾക്ക് മിക്കവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ചാനലാണ് കരിക്കെന്ന് പറയുന്നത്. എളുപ്പം തന്നെ ഹിറ്റായി മലയാളികളുടെ ഇടയിലോട്ട് വന്നു. ഇപ്പം അങ്ങനെ വീഡിയോസ് ഇടാറില്ല. ബട്ട് വൈ? എല്ലാവർക്കും തോന്നുന്ന ഒരു ഡൗട്ട് തന്നെയാണിത്. ഇത്രയും സബ്സ്ക്രൈബേഴ്സ് ഉണ്ടല്ലോ, ഇത്രയും വ്യൂസ് ഉണ്ടല്ലോ, എന്നിട്ടും എന്തുകൊണ്ട് കരിക്ക് ഇപ്പോൾ വീഡിയോസ് ഇടാറില്ല? സത്യം പറഞ്ഞാൽ കരിക്കിലെ ആക്ടേഴ്സൊക്കെ സിനിമയിൽ സജീവവും അല്ല. അവർക്ക് എങ്ങനെയാണ് പേയ്മെന്റ് കൊടുക്കുക എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു കാര്യമാണ് നമ്മളിന്ന് നോക്കാൻ പോകുന്നത്. അപ്പോൾ നേരെ പോയേക്കാം. ശരിക്കും കരിക്കിന്റെ ഫൗണ്ടർ എന്ന് പറഞ്ഞാൽ നിഖിൽ പ്രസാദ് ആണ്. നല്ലൊരു ജോലി രാജിവെച്ചിട്ട് 2018 പുള്ളി തുടങ്ങിയ ഒരു ചാനലായിരുന്നു കരിക്ക് എന്ന് പറയുന്നത്. 2018 ഏപ്രിലാണ് കരിക്കിന്റെ ആദ്യത്തെ വീഡിയോ. ഏപ്രിൽ ഫുൾ എന്നായിരുന്നു ആ ഒരു വീഡിയോ. അത് കഴിഞ്ഞ് വേൾഡ് കപ്പ് വീഡിയോസും. ഇവിടെ സംഭവിച്ചതെന്ന് പറയുന്നത് ആ വീഡിയോ ഹിറ്റായി, പക്ഷേ അതിലെ ക്യാരക്ടേഴ്സും അതിനേക്കാൾ ഹിറ്റായി എന്നതാണ്. അത് കഴിഞ്ഞാണ് തേരാപ്പാര എന്നൊരു സീരീസ് പുള്ളി പ്ലാൻ ചെയ്തത്. മലയാളികളുടെ ഇടയിലേക്ക് ഇടിച്ചു കയറിയ ഒരു സീരീസ് ആയിരുന്നു അത്. സത്യം പറഞ്ഞാൽ കരിക്ക് ഹിറ്റാകാനുള്ള മെയിൻ കാരണം റിലേറ്റബിലിറ്റിയാണ്. നമ്മുടെ ഗ്യാങ്ങിലുള്ള ആളുകളെ പോലെ നമുക്ക് തോന്നുന്ന കുറേ കാര്യങ്ങൾ ഇവർ ചെയ്തിട്ടുണ്ട്. നമ്മളൊരു ഇന്റർവ്യൂ അറ്റൻഡ് ചെയ്യുമ്പോൾ എന്തൊക്കെയാണ് ചെയ്യാൻ സാധ്യതയുള്ളത് അത് തന്നെയാണ് ജോർജ് ഒരു ഇന്റർവ്യൂവിൽ ചെയ്തത്. അത് കണ്ട് പൊട്ടിച്ചിരിച്ചത് അതൊക്കെ നമ്മുടെ ലൈഫിലും നടക്കാൻ സാധ്യതയുള്ളതോ നടന്നിട്ടുള്ളതോ ആയ കാര്യങ്ങളായതുകൊണ്ടിട്ടാണ്. തേരാപ്പാറ ഹിറ്റായി കഴിഞ്ഞതോടെ അതിലെ എല്ലാ ക്യാരക്ടേഴ്സിനും നല്ലൊരു സ്വീകാര്യത മലയാളി ഓഡിയൻസ് ഇടയിൽ കിട്ടാൻ തുടങ്ങി. അതിനുശേഷവും വേറെ വേറെ സീരീസും ക്യാരക്ടേഴ്സും എല്ലാം വന്ന് അവരെയും നല്ല രീതിയിൽ ഹിറ്റാക്കി നിർത്തി. പക്ഷേ പിന്നീട് സംഭവിച്ചത് അവരുടെ ഓരോ വീഡിയോസിലും പരസ്യങ്ങൾ വരാൻ തുടങ്ങി. ആദ്യമൊക്കെ ഒരു നോർമൽ ആയിട്ടാണ് നമ്മളത് കണ്ടത്. പക്ഷെ പിന്നീട് അത് കൂടി വന്നു. ബ്രാൻഡിങ്ങിലേക്ക് കൂടുതൽ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഇത് തന്നെയാണ് കരിക്കിന്റെ ഫൗണ്ടറായ നിഖിൽ പ്രസാദും ആഗ്രഹിച്ചിരുന്നത്. പക്ഷെ അപ്പോഴും കരിക്കിന്റെ വ്യൂസിനോ സബ്സ്ക്രൈബ്സിനോ ഒന്നും പറ്റിയിട്ടിരുന്നില്ല. എല്ലാവരും കരിക്കിന്റെ വീഡിയോസ് വെയിറ്റ് ചെയ്തിരിക്കുകയായിരുന്നു. പക്ഷേ എല്ലാ ആഴ്ചയിലും വീഡിയോസ് അപ്ലോഡ് ചെയ്തുകൊണ്ടിരുന്ന കരിക്ക് അത് 1 മാസമായി, പിന്നീട് 2, 3, 7 മാസങ്ങളിലേക്ക് ഒതുങ്ങി. പിന്നെ ഓരോ വർഷം വരുന്ന ഓണം കാത്തിരിപ്പായി. ഇപ്പോ കാണുന്നുമില്ല. പക്ഷെ എന്തുകൊണ്ടാണ് കരിക്ക് ഇപ്പോൾ വീഡിയോസ് ഇടാത്തത്? കരിക്കിന്റെ ഫൗണ്ടറായ നിഖിൽ പ്രസാദിന്റെ സ്വപ്നം നല്ലൊരു വരുമാനമുള്ള യൂട്യൂബ് ചാനൽ ആകുക എന്നുള്ളത് അല്ലായിരുന്നു. ഡിജിറ്റൽ മീഡിയ സ്പേസിലേക്കുള്ള ഒരു കിടിലൻ എൻട്രിയാണ് പുള്ളി ഉദ്ദേശിച്ചിരുന്നത്. പക്ഷെ ആരും അറിയാതെ അങ്ങോട്ടൊരു എൻട്രി ചെയ്തിട്ടും കാര്യമില്ല. അതിലേക്കുള്ളൊരു റീച്ച് ആയിരുന്നു കരിക്കെന്ന് പറയുന്നത്. കരിക്കെന്നുള്ളൊരു ഐഡന്റിറ്റി ആയിരുന്നു പുള്ളി ബിൽഡ് ചെയ്തത്. കരിക്കിനെ അറിയാത്ത മലയാളികൾ കുറവാണ്. പിന്നീട് ഫ്യൂസ് ആൻഡ് ബൗൺസ് എന്ന 2 സ്റ്റാർട്ടപ്പുകൾ കരിക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരുപക്ഷെ കുറേ പേർക്കും ഇതൊരു പുതിയൊരു അറിവായിരിക്കും. ഫ്യൂസ് ഒരു ഇൻഫ്ലുവൻസർ മാർക്കറ്റിംഗ് ഏജൻസിയാണ്. എൻട്രി, ആശീർവാദ്, സന്തൂർ, ഇൻസ്റ്റാമാർട്ട്, യാഡ്ലി അവരുമായിട്ടൊക്കെ ഒരു കൊളാബറേഷൻ ഈ ഒരു കമ്പനി നടത്തിയിട്ടുണ്ട്. ഫ്യൂസ് എന്ന് പറയുന്നത് കറൻലി ഇന്ത്യയിലെ വൺ ഓഫ് ദി ബെസ്റ്റ് മാർക്കറ്റിംഗ് കമ്പനിയാണ്. ബൗൺസ് എന്ന് പറയുന്നത് ആഡ് ഫിലിംസ് ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഏജൻസിയാണ്. നമ്മൾ ചന്ദ്രിക സോപ്പിന്റെ ആഡും ബിങ്ക് ആഡൊക്കെ ഇവരാണ് ചെയ്തിരിക്കുന്നത്. ഈ 2 കമ്പനികളുടെ സക്സസ് കൊണ്ടാണ് കരിക്കിന്റെ വീഡിയോസ് ഇപ്പോൾ കാണാത്തത്. മേ ബി എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ടായിരിക്കും, കരിക്കിന്റെ യൂട്യൂബ് റവന്യൂയേക്കാൾ കൂടുതലാണോ ഇവർക്ക് ഇതിൽ നിന്ന് കിട്ടുന്നതെന്ന്. യെസ്, അതുകൊണ്ട് തന്നെയാണ് കരിക്ക് ഇപ്പോൾ വീഡിയോസ് ഫോക്കസ് ചെയ്യാത്തത്. 2018 നിഖിൽ പ്രസാദ് കരിക്ക് തുടങ്ങിയതും ഇതിനു വേണ്ടി തന്നെയായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത് എന്ന് കമന്റ് ചെയ്തേക്ക്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.